ഹായ്, പഠനമൊക്കെ എവിടെ വരെയായി? എല്ലാവർക്കും എല്ലാ വിഷയത്തിനോടുള്ള സമീപനം ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? അതായത് ചിലർക്ക് ചില വിഷയങ്ങൾ വളരെ ഈസി ആയിരിക്കും, പക്ഷേ മറ്റു ചിലർക്കാണെങ്കിലോ ആ വിഷയം എത്ര പഠിച്ചാലും തലയിൽ കയറി ഉണ്ടാവില്ല. സോഷ്യോളജിയുടെ കാര്യത്തിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മിസ്സിന് അറിയാം. പക്ഷെ അതൊരിക്കലും എന്തല്ല നിങ്ങളുടെ കുറ്റമോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ കുറ്റമോ അല്ലെങ്കിൽ എന്താണ് അത് പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഒന്നും കുറ്റമല്ല. അത് നമ്മൾ ചില സമയത്ത് അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് എന്തുണ്ടാവും, ഓരോ തരത്തിലുള്ള അഭിരുചി ഉണ്ടാവും. അപ്പോൾ ആ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ +1 +2 ക്ലാസ്സിലൊക്കെ നമുക്ക് തന്നിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് ആ കാര്യം എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ സോഷ്യോളജിയിൽ ഇങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാവുന്നില്ല, അയ്യോ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഏതാണ്ടാ ഡബിൾ പാസ് സീരീസ്. എന്താണ് ഡബിൾ പാസ് സീരീസ് എന്നൊക്കെ ഉള്ളത് ഇതിനോടകം നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ സോഷ്യോളജിയിൽ എന്തൊക്കെയാണ് ഡബിൾ പാസിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യോളജി മുമ്പേ പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ചിലപ്പോൾ എക്സാം ടൈമിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കാണുന്നത് പക്ക തിയറി പോർഷൻസ് ആയിരിക്കും. അതായത് സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകൾ, അതുപോലെ സോഷ്യോളജിസ്റ്റുകൾ അവരുടെ തിയറികൾ, അങ്ങനത്തെ വെസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ തിയറി, അങ്ങനെ 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 കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കൺമുമ്പ് കൂടെ പോയിട്ടുണ്ടാവുക. അത് വായിച്ചിട്ടുള്ള ഒരു മുൻധാരണയോടുകൂടി നിങ്ങൾ എന്ത് വിചാരിക്കും, അയ്യോ സോഷ്യോളജി ബുദ്ധിമുട്ടാണല്ലോ, സോഷ്യോളജിയിൽ ഇതൊക്കെയാണല്ലോ പഠിക്കാനുള്ളത്, ഇത് എന്ത് തേങ്ങയാ, അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ആ ഒരു വിചാരത്തിലായിരിക്കും ചിലപ്പോൾ ചില ആളുകളെങ്കിലും ഇരിക്കുന്നത്. ഒന്നാമത് നിങ്ങൾ എന്താണ് ഇതുവരെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പരിചയക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും അല്ല സോഷ്യോളജി. സോഷ്യോളജി എന്താണ്, സോഷ്യോളജി വളരെ സിമ്പിളാണ് അല്ലേ, എല്ലാവർക്കും അറിയാം. സോഷ്യോളജി വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതൊക്കെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡബിൾ പാസിലേക്ക് എത്താം എന്നുള്ളതാണ് മിസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി പഠിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഫുൾ മാർക്കിലേക്ക് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ കാണണം എന്നുള്ളത് നിർബന്ധമില്ല. നിങ്ങൾക്കും കാണാം, എങ്ങനെ ഏതെങ്കിലും കൺസെപ്റ്റുകൾ ക്ലിയർ ആവാൻ ബാക്കിയുണ്ടെങ്കിൽ കാണാം. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഈ സീരീസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി വിശദീകരിക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. വളരെ ഈസിയാണ് അല്ലേ? ആദ്യമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ എന്താണ് സോഷ്യോളജി എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് മക്കളെ പഠിക്കുന്നത്? സോഷ്യോളജിയിൽ നമ്മൾ സമൂഹത്തെക്കുറിച്ചാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അവരുടെ ഇൻട്രാക്ഷൻസ്, നമ്മളെപ്പോഴും പറയും സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ്, നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ആണ് സൊസൈറ്റി എന്നൊക്കെ പറയും അല്ലേ? സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ, സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ശൃംഖലയൊക്കെയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എന്ത്, സോഷ്യോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണ് സോഷ്യോളജിയുടെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് സോഷ്യോളജി, ആരാണ് സോഷ്യോളജിയുടെ ഫാദർ ഓഫ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം, അഗസ്റ്റ് കോംപ്റ്റെയുടെ പേര് പറയണം. ആരാടാ, അഗസ്റ്റ് കോംപ്റ്റെയാണ്. ഓക്കെ, ആരാടാ, അഗസ്റ്റ് കോംപ്റ്റെയാണ് കേട്ടോ. അഗസ്റ്റ് കോംപ്റ്റെയാണ് നമ്മളുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മുമ്പേ പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അഗസ്റ്റ് കോംപ്റ്റെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി അഥവാ സ്കോപ്പ് എത്രത്തോളമാണെന്നുള്ളത് ഒരുപാട് വർഷങ്ങളിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ്. അതായത് നമ്മളുടെ പഠിക്കുന്ന ഈ സബ്ജക്ട് പഠിച്ചാൽ എന്തൊക്കെ സ്കോപ്പുകളുണ്ട്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സിമ്പിളാണ്, സിമ്പിളാണ്. എന്താണെന്നത്, സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് വെരി വൈഡ്, ക്യാൻ സ്റ്റഡി ഫ്രം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. അതായത് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ സ്കോപ്പാണ് അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള സ്കോപ്പാണ് അല്ലേ? അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്, ചെറിയ സ്കോപ്പ് അല്ല അതിനുള്ളത്. വളരെ വിശാലമായിട്ടുള്ള വളരെ വ്യാപ്തിയോട് കൂടിയിട്ടുള്ള സ്കോപ്പാണ് എന്തിനുള്ളത്, നമ്മുടെ സമൂഹശാസ്ത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് എന്താ പഠിക്കുന്നത്, അത് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സമ്പർക്കം. എന്താണ് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സമ്പർക്കം മുതൽ ദേശീയ പ്രശ്നങ്ങൾ തുടങ്ങി ആഗോള പ്രശ്നങ്ങൾ വരെ
വരെ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വിഷയമല്ല സോഷ്യോളജി എന്ന് പറയുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു 4 ചുമരുകൾക്കുള്ളിലോ ഒതുങ്ങിക്കിടക്കുന്ന ഒരു കാര്യമല്ല. വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു? സൊസൈറ്റിയെ അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. അതിൽ പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളുന്നത്. നമ്മൾ ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്? സോഷ്യോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്കോപ്പിന്റെ ഭാഗത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സമ്പർക്കം മുതൽ എന്ത് വരെ നമ്മൾ, അതായത് ഇൻഡിവിജ്വൽ ബേസിൽ മുതൽ നിങ്ങൾ ആലോചിക്കണം. വ്യക്തികൾ തമ്മിൽ പഠിക്കുന്നുണ്ട് അല്ലെ, ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് മാത്രമാണോ പഠിക്കുന്നത്? അല്ല, ഗ്ലോബൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അംബ്രല്ല ടേം ആണെന്ന് നമുക്ക് പറയാം അല്ലെ, അല്ലെങ്കിൽ വൈഡർ പെർസ്പെക്റ്റീവ് ആണ് എന്തിനുള്ളത്? സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താം, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർവേ മെത്തേഡിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. സോഷ്യോളജിയുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. പിന്നെന്താണ്? ഫോളോ പാത്ത് ഓഫ് ഒബ്ജക്റ്റീവ് നോളജ് ഫ്രീ ഓഫ് ബയാസ്. യെസ്, ഫ്രീ ഓഫ് ബയാസ്, ഒബ്ജക്റ്റീവ് നോളജ്, അതുപോലെ തന്നെ ഫ്രീ ഓഫ് ബയാസിലൂടെയൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കാറുണ്ട്? നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റ് നമ്മളെ കൃത്യമായിട്ട് സഹായിക്കാറുണ്ട്. എന്തിന്? അതായത് നമുക്ക് മുൻധാരണയൊന്നുമില്ലാതെ, ഫ്രീ ഓഫ് ബയാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മുൻധാരണയില്ല കേട്ടോ. മുൻധാരണയൊന്നും കൂടാതെ തന്നെ, മുൻധാരണയില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മുൻധാരണയും ഇല്ലാതെ തന്നെ നമുക്ക് സമൂഹത്തെയും സാമൂഹിക പ്രശ്നങ്ങളെയും സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ എന്ത് സഹായിക്കുന്നുണ്ട്? സോഷ്യോളജി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കൃത്യമായിട്ട് ഇത് പഠിച്ച് അങ്ങോട്ടേക്ക് എന്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജിയായി. സെറ്റല്ലേ? സെറ്റാണ്. അടുത്ത ചോദ്യം. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നമുക്ക് എക്സാം, നിങ്ങൾ ചിലപ്പോൾ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ മുമ്പേ നടന്നിട്ടുള്ള എല്ലാ എക്സാംസിലും നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യം പ്രതീക്ഷിക്കാം. കാരണം ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഏരിയ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? അതായത് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന ഈ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ള ആൾ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതിന് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എന്തുണ്ട് മക്കളെ? എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഇങ്ങനെ എ പാർട്ടും ബി പാർട്ടും ഉള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം നൽകി എന്ത് ചെയ്യരുത്? പെൻ അടച്ചു വെക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ബി പാർട്ടിനും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണം. കാരണം നിങ്ങൾക്ക് മുൻകാല വർഷങ്ങളിലെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, എ പാർട്ടിന് ഇത്ര മാർക്ക്, ബി പാർട്ടിന് ഇത്ര മാർക്ക്, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈ ബി പാർട്ടും കൂടെ കൃത്യമായിട്ട്, എന്താണ് ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്? സമൂഹശാസ്ത്ര സങ്കല്പം എന്താണെന്ന് വിശദീകരിക്കുകയും വേണം. അപ്പൊ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എന്താണ്? എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്, ഈ ഒരു സങ്കല്പം എന്താണെന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ചും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കിയേ, ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തെഴുതാം? CW മിൽസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ആശയം, CW മിൽസ് അഥവാ സി റൈറ്റ് മിൽസ് ആണ് ഈ ഒരു ആശയം എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മാർക്ക് കിട്ടിയേ. ആരാണ്? സമൂഹശാസ്ത്ര സങ്കല്പം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ആശയം സമൂഹത്തിലേക്ക് കൊടുത്തത്, സമൂഹത്തിന് പറഞ്ഞു കൊടുത്തത് ആരാണ്? അത് സി റൈറ്റ് മിൽസ് ആണ്. CW മിൽസ് എന്നും അദ്ദേഹത്തിന് പറയും. ഓക്കെ, ആരായിരുന്നു ഫാദർ ഓഫ് സോഷ്യോളജി? അഗസ്റ്റ് കോംറ്റെ ആണെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് CW മിൽസ് ആണ്. ഒരു കാരണവശാലും ഇദ്ദേഹത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? 2 വരി പഠിച്ചു വെച്ചാൽ മതി, സിമ്പിൾ ആണ്. നോക്കിയേ, വി ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ് ഇൻ സൊസൈറ്റി. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. എന്തൊക്കെ തമ്മിൽ? പേഴ്സണൽ ട്രബിൾസും അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂസും. അവ തമ്മിൽ എന്തുണ്ട്? അതിന് നമുക്ക് ആ ഒരു രീതിയിൽ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ എന്താണ്? വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പേഴ്സണൽ ഇഷ്യൂസും അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ, അല്ലെ? സാമൂഹ്യ പ്രശ്നങ്ങൾ, സോഷ്യൽ ഇഷ്യൂസും തമ്മിൽ എന്തുണ്ട്? അവ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സി റൈറ്റ് മിൽസ് രൂപീകരിച്ച ഒരു പദമാണ് എന്തെന്ന് പറയുന്നത്? സി റൈറ്റ് മിൽസ് രൂപീകരിച്ചിട്ടുള്ള ഒരു പദമാണ് എന്തടാ? സി റൈറ്റ് മിൽസ് രൂപീകരിച്ചിട്ടുള്ള പദമാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. ഓക്കെ, സി റൈറ്റ് മിൽസ് ആണ്. സി റൈറ്റ് മിൽസ് ഈ ഒരു പേരോർത്ത് വെക്കുക. ഓക്കെ, സി റൈറ്റ് മിൽസ് രൂപീകരിച്ച പദമാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ വ്യക്തിയും
അതുപോലെ തന്നെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം പോലെ തന്നെ എന്തുണ്ട്, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, CW മിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതായത് ഒന്നുമിടാ, വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിക്ക് സമൂഹവുമായിട്ട് ബന്ധമുണ്ടല്ലോ, അതായത് ഒന്നിലധികം വ്യക്തികൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു സമൂഹം അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയാം, സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് ആണ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്തായിട്ട് മാറും, ഒരു വ്യക്തിക്ക് വരുന്ന പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് CW മിൽസ് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കൺസെപ്റ്റിനാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സി റൈറ്റ് മിൽസ് ആണ് അതിന്റെ വക്താവ്. ഓക്കെ, അദ്ദേഹം അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു സി റൈറ്റ് മിൽസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, ഈസി അല്ലേ, സെറ്റിലടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരാം, ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 2 മാർക്കിനൊക്കെ വന്നു എന്നും വരാം, 1 മാർക്ക് 2 മാർക്കിന് മാത്രം ചോദിച്ച് നമ്മളെ ചിലപ്പോൾ പറ്റിച്ചേക്കാം. പക്ഷേ മിക്കവാറും ഒരു 5-6 മാർക്കിന് ഈ ഒരു സംഭവം വരാറുണ്ട്. ഒരു 6 മാർക്കിനൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു. 5 മാർക്കിനൊക്കെ വന്ന് 4, 5, 6 ആ ഒരു സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് രക്ഷപ്പെട്ടു. കാരണം എന്താണ്, നമുക്ക് സുഖമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ, നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ തിങ്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഷോർട്ട് എസ്സേ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം A പാർട്ടും B പാർട്ടും ഉണ്ട്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും അതുപോലെ തന്നെ സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ എന്ത് ചെയ്യണം, വിശകലനം ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ആരെടുക്കണം, സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും വേണം, സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും വേണം. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഞാൻ 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ചാപ്റ്റർ 1 എന്നുള്ളത്. നമുക്ക് എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയാലും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി പിന്നിലേക്കുള്ള ഒരുപാട് ചാപ്റ്ററുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതേപോലുള്ള ഡബിൾ പാസ് സീരീസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ഇത് വളരെ ഈസിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോഷ്യോളജിയും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുമായിട്ടുള്ള മറ്റു സബ്ജക്റ്റുകളുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കാനുണ്ട്. സോഷ്യോളജിയും മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ അതിലൊരു 5 വിഷയം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സൈക്കോളജി ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, അതുപോലെ ഹിസ്റ്ററി ഉണ്ട്, യെസ്, പിന്നെ എക്കണോമിക്സ് ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്. അങ്ങനെ ഒരു 5 വിഷയങ്ങളും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഈ ഒരു രീതിയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1 മാർക്കിന് 1 ലൈൻ ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് കാണാറുണ്ട്. അപ്പൊ നോക്കിയേ, ഇതിൽ ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ആളുകളാണ് സൈക്കോളജിയും അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് പ്രാവശ്യം വീണ്ടും ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്കണോമിക്സും ഹിസ്റ്ററിയും ഒക്കെ പേഴ്സണലി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും അല്ലേ. എന്താണ് എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എന്തിനെക്കുറിച്ച് എക്കണോമിക്സിൽ പഠിക്കുന്നത് മെയിനായിട്ട്. യെസ്, ഉൽപാദനം, യെസ്, ഉപഭോഗം, പിന്നെ യെസ്, പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിൽ മെയിനായിട്ട് പഠിക്കുന്നത്. പക്ഷേ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, സൊസൈറ്റിയെക്കുറിച്ചും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഉൽപാദനമൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഉപഭോഗം നടത്തുന്നത് അല്ലെങ്കിൽ ഈ വിതരണം നടത്തുന്നതൊക്കെ ആർക്കിടയിലാണ്, നമ്മൾ അവിടെയുള്ള മനുഷ്യന്മാർക്കിടയിലാണ്, നമ്മൾ സമൂഹത്തിലാണ്, ഒരു സൊസൈറ്റിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്താ മക്കളെ ഹിസ്റ്ററിയിൽ പറയുന്നത്, പാസ്റ്റ് ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ചാണ് ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ സോഷ്യോളജി അങ്ങനെയാണോ, കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ചാണോ? അല്ല, പ്രസന്റ് സൊസൈറ്റി, ഏറ്റവും പുതിയ കാര്യം അല്ലെങ്കിൽ ഏറ്റവും പുതിയ ലോകം, പുതിയ സമൂഹത്തിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള സൊസൈറ്റിയെ ആണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, സോഷ്യോളജിയിൽ പഠിക്കുന്നത്. പക്ഷെ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതോ നമ്മൾ
പാസ്റ്റ് ഈവൻസ് ആണ്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പ്രസന്റ് സൊസൈറ്റീനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകാറുണ്ട്, നമ്മൾ ഹിസ്റ്റോറിക്കൽ നോളജിലേക്ക് പോകാറുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചില സ്റ്റഡിക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹിസ്റ്ററി തപ്പി പോകാറുണ്ട്. എന്തായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ എന്താണ്, സമൂഹശാസ്ത്രത്തിന് പല കാര്യങ്ങൾക്കും എന്തിന്റെ സഹായം വേണ്ടി വരാറുണ്ട്, ഹിസ്റ്ററിയുടെ സഹായം വേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ നമ്മളുടെ ചോദ്യം അതൊന്നുമല്ല, സൈക്കോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ്. നോക്കിക്കേ, സൈക്കോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള എന്താണ് അതിന്റെ ബന്ധങ്ങൾ എന്താണ്, വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, സയന്റിഫിക് സ്റ്റഡി അബൌട്ട് സൊസൈറ്റി ആണ്. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. അതേസമയം സൈക്കോളജി എന്താണ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആണ് അല്ലെ, മനസ്സിന്റെ പഠനമാണ്, പെരുമാറ്റത്തിന്റെ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ചാണ്, ബിഹേവിയറിനെ കുറിച്ചാണ് എന്ത് പഠിക്കുന്നത്, നമ്മളുടെ ഈ ഒരു സൈക്കോളജി മനഃശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത്. മൈൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, സൈക്കോളജിയിൽ പഠിക്കുന്നത്. അപ്പൊ ഇപ്പോഴും സോഷ്യോളജി ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗ്രൂപ്പിന്. വ്യക്തിയേക്കാൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഗ്രൂപ്പിന് അഥവാ സംഘത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ സൈക്കോളജിയിൽ എന്താണ്, ഇൻഡിവിജ്വൽസുമായിട്ടാണ് ബന്ധപ്പെട്ടത്, വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പെരുമാറ്റം അല്ലെ, ഒരു വ്യക്തിയുടെ പെരുമാറ്റമൊക്കെയാണ് ആര് പഠിപ്പിക്കുന്നത്, സൈക്കോളജിയിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഈ ഒരു സൈക്കോളജി നോക്കുകയാണെങ്കിൽ സൈക്കോളജി ആ ഒരു വിഷയത്തിൽ അവർ ഡീൽ ചെയ്യുന്നത് എന്താണ്, മനുഷ്യന്മാരുടെ ബുദ്ധിനെ കുറിച്ച് പറയുന്നുണ്ട്, അറിവിനെ കുറിച്ച്, വിജ്ഞാനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, പ്രേരണകള്. ഓക്കെ, പലതരം പ്രേരണകള്, ഓർമ്മ, നാഡീവ്യൂഹം, പ്രതികരണശേഷി, പ്രതീക്ഷകൾ, ആശങ്കകൾ, ഇതൊക്കെ സൈക്കോളജിയുടെ പഠന മേഖലകളാണ്. അതായത് ഇൻഡിവിജ്വൽസിന്റെ പെർസെപ്ഷൻ, കോഗ്നിഷൻ, അതേപോലെ തന്നെ ഇന്റലിജൻസ്, മെമ്മറി, മോട്ടീവ്സ്, ഹോപ്പ്, ഡ്രീംസ്, ഇതൊക്കെ സൈക്കോളജിയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത് എങ്ങനെയാണ്, സോഷ്യോളജിയിൽ നമ്മൾ എപ്പോഴും ആളുകളുടെ പങ്കാളിത്തം, ഇടപെടൽ, ഇവയൊക്കെയാണ് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ആളുകൾ, മനുഷ്യന്മാരുടെ പങ്കാളിത്തം എന്താണ്, മനുഷ്യന്മാരുടെ ഇടപെടലുകൾ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. പക്ഷെ ആളുകളുടെ, ഒരു വ്യക്തിയുടെ ബുദ്ധി, ഒരു വ്യക്തിയുടെ ചിന്ത, ഒരു വ്യക്തിയുടെ സ്വപ്നം, അത്തരം കാര്യങ്ങൾ, അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് ഏത് വിഷയം പഠിക്കുന്നത്, സൈക്കോളജി പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ എന്താണ്, സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളോട് ചോദ്യം വരുന്നതെങ്കിൽ മനസ്സിലാക്കുക. സോഷ്യോളജിയിൽ പഠിക്കുന്നത് സമൂഹത്തെക്കുറിച്ചാണ്, സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അതിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തിന്റെ സഹായം തേടേണ്ടി വരും, നമ്മൾ സൈക്കോളജിയുടെ സഹായം തേടേണ്ടി വരും. അതാണ് ഇവ തമ്മിലുള്ള ബന്ധമായിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തതാ ആന്ത്രപ്പോളജിയാണ്. ആന്ത്രപ്പോളജിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. സോ ആന്ത്രപ്പോളജി നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്താണ്, നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുമ്പോൾ കണ്ടംപററി സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. പക്ഷേ ആന്ത്രപ്പോളജിയിൽ എന്താ, പ്രിമിറ്റീവ് സിമ്പിൾ സൊസൈറ്റിയാണ്, പ്രാചീന ലളിത സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ്. ഇതാണ് ഒരിക്കൽ വൺ വേർഡ് ചോദിച്ചിട്ടുള്ളത്, പ്രാചീന ലളിത സമൂഹത്തെ കുറിച്ചുള്ള പഠനം എന്താണ് എന്നുള്ളത്. ചിലപ്പോൾ ആന്ത്രപ്പോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്കെങ്കിലും ഉത്തരം അറിയായിരിക്കും, എന്താണ് പ്രാചീന ലളിത സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനം എന്നുള്ളത്. നേരെ തിരിച്ച് ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ ഉത്തരം തെറ്റി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ഓർത്ത് വെക്കുക, പ്രാചീന ലളിത സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം കേട്ടോ. നരവംശാസ്ത്രം. ഓക്കെ, നരവംശാസ്ത്രം. ഇനി നോക്കൂ, സോഷ്യൽ സർവേ, ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ മെത്തേഡ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ പഠിക്കാൻ പറ്റും, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോഷ്യോളജിയിൽ പഠനം നടത്താൻ സാധിക്കും. പക്ഷെ വലിയ ഒരു ലോങ് ഫീൽഡ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫീൽഡ് വർക്ക് തന്നെ കുറേ കാലം എടുക്കുന്ന, കുറേ സമയം, ഒരുപാട് ദൈർഘ്യമേറിയിട്ടുള്ള ഫീൽഡ് വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്, ആന്ത്രപ്പോളജിയിൽ നടക്കുന്നത്. ആൻഡ് ഇത് എന്തിനെ കുറിച്ച് പഠിക്കുന്നു, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നു സോഷ്യോളജി. അതേസമയം ഹ്യൂമൻ റേസ്, അതിന്റെ ഒറിജിൻ, മനുഷ്യന്റെ ഒറിജിൻ എവിടെയാണ്, ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, നമ്മളുടെ കസ്റ്റംസ് എങ്ങനെയായിരുന്നു, ബിലീവ്സ് എന്തായിരുന്നു, ഇതൊക്കെയാണ് ആരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത്, നരവംശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ ഒരു നരവംശാസ്ത്രജ്ഞൻ പഠിക്കുന്ന കാര്യങ്ങൾ. ഇത്തരം
വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ സാമൂഹിക വിഷയങ്ങൾ അഥവാ ഏതൊക്കെ പ്രശ്നങ്ങളാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, മനുഷ്യന്റെ വംശത്തെക്കുറിച്ച്, മനുഷ്യന്റെ വംശം, അവരുടെ ഉത്ഭവം, വികാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചൊക്കെ എന്ത് പഠിക്കുന്നുണ്ട്? നരവംശ ശാസ്ത്രം പഠിക്കുന്നുണ്ട്. അപ്പൊ ഓർത്തു നോക്കുക, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പണ്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച്. നമ്മൾ കുരങ്ങന്മാരായിരുന്നല്ലോ അല്ലെ പണ്ട്? നമ്മൾ കുരങ്ങന്മാരായിരുന്നു. കുരങ്ങന്മാരിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്തായി മാറിയത്? ഇങ്ങനെ കാണുന്ന ഈ ഒരു രൂപത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? എങ്ങനെയാണ് അതിന്റെ ഡെവലപ്മെന്റ് ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ എന്തിൽ പഠിക്കുന്നുണ്ട്? നമ്മൾ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന നരവംശ ശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, വേറെ എന്തും പഠിക്കുന്നുണ്ട്. ഈ രീതിയിൽ രൂപം മാറി വന്ന, അതായത് പരിണാമം സംഭവിച്ചു വന്നിട്ടുള്ള മനുഷ്യ സമൂഹത്തിൽ എന്തുണ്ട്? മനുഷ്യന് കൃത്യമായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചും കൂടെ ആര് പഠിക്കുന്നുണ്ട്? ആന്ത്രപ്പോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിചാരിക്കുന്നു. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. സൈക്കോളജിയും സോഷ്യോളജിയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഏതാടാ? സോഷ്യൽ വർക്ക് അല്ലേ? സോഷ്യൽ വർക്കാന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മറ്റ് സോഷ്യോളജിയും മറ്റ് സാമൂഹ്യശാസ്ത്രവുമായിട്ടുള്ള ബന്ധം ഏതൊക്കെയാണെന്നുള്ളത്, മറ്റുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് രണ്ടും മറന്നു പോവാതെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണേ. റൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം നമ്മൾ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെന്താ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസിക്കൽ നോളജും സോഷ്യോളജിക്കൽ നോളജും അല്ലേ? യെസ്, സമൂഹശാസ്ത്രപരമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ സാമാന്യ ബോധജ്ഞാനവും അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം എന്നുള്ളതാണ്. അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്? പിന്നെ സാമാന്യ ബോധജ്ഞാനവും അതൊക്കെ നമ്മൾ എന്താ ലൈവ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മുമ്പോട്ടുള്ള, അതായത് നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈമിലൊക്കെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്? എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളതാണ്, എന്താണ് സാമൂഹിക സംഘം എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. മക്കളെ, ഇത് ചില്ലറക്കാരനല്ല, 8 മാർക്കിന്റെ ചോദ്യം ആണ് കേട്ടോ. ഇത് 8 മാർക്കിന്റെ ചോദ്യമാണ്, ചെറിയ കാര്യമല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വർഷങ്ങളിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ല, നമ്മളുടെ ക്രിസ്മസ് എക്സാമിനായിരുന്നു എന്ന് ഓർമ്മയില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ മക്കളെ, എന്താണ് സാമൂഹിക സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്? എന്താ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? യെസ്, എ സോഷ്യൽ ഗ്രൂപ്പ് അല്ല, ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഫോംസ് വെൻ 2 or more individuals contact and communicate directly or indirectly. എങ്ങനെയാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്? ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? when 2 or more individuals, 2 അതിലധികമോ ആളുകൾ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അത് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആവാം. അങ്ങനെയാണ് എന്ത് വരുന്നത്? ഒരു സോഷ്യൽ ഗ്രൂപ്പ്, ഒരു സാമൂഹിക സംഘം രൂപം കൊള്ളുന്നത്. അതായത് പരസ്പരം സാമൂഹിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം. ആരാണ്? ഒറ്റയ്ക്കുള്ള ഒരാളാണോ? അല്ല, ഒരു കൂട്ടം വ്യക്തികളെ ഗ്രൂപ്പ് അഥവാ സംഘം എന്ന് പറയുന്നു. അതായത് പരസ്പരം സാമൂഹിക ബന്ധത്തിൽ, സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ട് അവർ തമ്മിൽ അല്ലെ, പരസ്പരം സാമൂഹിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഒരു സാമൂഹിക സംഘത്തിന്റെ സവിശേഷത എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒന്ന് എന്തായിരിക്കാം? ഒന്ന് നമുക്കറിയാം, ഈ ഇന്ററാക്ഷൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെ. ഇന്ററാക്ഷൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് നിരന്തരമായിട്ടുള്ള പാരസ്പര്യം വേണം, അതായത് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ വേണം അല്ലെ. അവർ തമ്മിൽ നിരന്തരമായിട്ടുള്ള പാരസ്പര്യം, നിരന്തരമായിട്ടുള്ള കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ അവർ തമ്മിൽ വേണം. പിന്നെ എന്ത് വേണം? ഒരു കോമൺ ഇൻട്രസ്റ്റ് വേണം അല്ലെ. ഒരു സാമൂഹിക സംഘം എന്ന് പറയുമ്പോൾ അതിനൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അവർക്കൊരു ഗോൾ ഉണ്ടാവും, ദേ ഹാവ് എ കോമൺ ഗോൾ ഉണ്ടാവും, പിന്നെ അവർക്കൊരു വി ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാമൂഹിക സംഘം എന്ന് പറയുന്നത്, ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആവണമെങ്കിൽ. ആൻഡ്
അടുത്ത ഒരു കണ്ടീഷൻ എന്താണ്? 2 or more, ഒരു കൂട്ടം ആളുകൾ വേണം, അല്ലെങ്കിൽ 2 or അതിലധികമോ ആളുകൾ എന്തിനു വേണം? ഒരു സാമൂഹിക സംഘത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു സാമൂഹിക സംഘത്തിന്റെ സവിശേഷത ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എന്തൊക്കെയാണ് ആ സാമൂഹിക സംഘത്തിന്റെ സവിശേഷതകൾ വരുന്നത്? ഒന്നുമില്ല, 2 or more ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും അല്ലെ. 2 or more ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. കോണ്ടാക്ട് എന്താണ്? ഒരു സവിശേഷതയാണ് അല്ലെ. എന്ത് വേണം? കണ്ടിന്യൂസ് കോണ്ടാക്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ വേണം. നിരന്തരമായിട്ടുള്ള പാരസ്പര്യം ആർക്ക് വേണം? ഈ അംഗങ്ങൾക്കിടയിൽ വേണം അല്ലെ. പിന്നെ എന്ത് വേണം? അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യെസ്, ഒബ്വിയസ്ലി ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അവർക്ക് എന്ത് വേണം? ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ഒരു പൊതു ലക്ഷ്യം ഉണ്ടായിരിക്കണം അല്ലെ. ഒരു പൊതു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് എന്ത്? ഒരു സാമൂഹിക സംഘത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്നതും ഇതൊക്കെയാണ്. അതും ഇതിന്റെ ഭാഗമായിട്ട് ഓർത്തു വെക്കുക. ഇതോടുകൂടി നമ്മളുടെ ചോദ്യം കഴിഞ്ഞോ? ഇല്ല, ഇനിയാണടാ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്നുള്ളതാണ്. വിവിധ തരം സാമൂഹിക സംഘങ്ങൾ ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള സാമൂഹിക സംഘങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊരു 8 മാർക്കിന് ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ. പ്രാഥമികവും ദ്വിതീയവും ആയിക്കോട്ടെ, സ്വസംഘവും അന്യസംഘവും ആയിക്കോട്ടെ, സൂചിത സംഘം ആയിക്കോട്ടെ, സമസംഘം, സമുദായം, സംഘടന, ഇവരൊക്കെ എവിടെ വരും? ചെറിയ മാർക്കിനായിട്ട് 2 മാർക്കോ 4 മാർക്കോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവിടങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണമാണ്. ഒന്നുകിൽ അടിച്ചാൽ 8 മാർക്ക് അല്ലെ, ലോട്ടറി അടിക്കുന്ന പോലെ 8 മാർക്കിന് കിട്ടിയാൽ 8 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എന്ത് വരും? ചെറിയ മാർക്കിനെങ്കിലും ഇത് എന്തായാലും ചോദിക്കുന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ഇതിൽ വരുന്നതാണ്. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്താണ്? ടൈപ്സ് ഓഫ് ഗ്രൂപ്പിൽ വരുന്നതാണ്. റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അസോസിയേഷൻ, കമ്മ്യൂണിറ്റി, സൊസൈറ്റി ആൻഡ് അസോസിയേഷൻ. ഇതൊക്കെ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. സൂചിത സംഘം, സമസംഘം, സമുദായം, സംഘടന, ഇതൊക്കെ എന്താണ്? വിവിധ തരം സാമൂഹിക സംഘങ്ങളാണ്. ഇനി നോക്കൂ, ഇതൊക്കെ എന്താന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പ്രാഥമിക സംഘം അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്താന്നുള്ളത് നോക്കാം. അതെന്താണ്? ഒന്നാമത്തെ പോലെ അത് ചെറുതാണ് കേട്ടോ, ചെറുതായിരിക്കും. അതായത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിന്നെ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കും. വൈകാരികം എന്ന് പറയുമ്പോൾ ഇമോഷണൽ ആയിരിക്കും. നമ്മളുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് പ്രാഥമിക സംഘം എന്ന് പറയുന്നത്. പിന്നെ എന്താ? മുഖാമുഖ ബന്ധം ഉണ്ടായിരിക്കും അല്ലെ. അതായത് സ്മോൾ ആയിരിക്കും, സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ ഇന്റിമേറ്റ് ആയിരിക്കും. യെസ്, ഇത് ടി ആണേടാ, ഇന്റിമേറ്റ്. ഓക്കെ, അയ്യോ, ഓക്കെ, ഇന്റിമേറ്റ് ആയിരിക്കും കേട്ടോ. ഇന്റിമേറ്റ് ആയിരിക്കും ഇവർ അതായത് ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷനുള്ള ആളുകളായിരിക്കും ഈ പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് ഫേസ് ടു ഫേസ് റിലേഷൻസ് ആയിരിക്കും ഇവർ തമ്മിലുണ്ടാവുക. അതായത് മുഖാമുഖ ബന്ധം. ഇവർ തമ്മിൽ എപ്പോഴും ഡെയിലി നമ്മൾ കാണും. അങ്ങനത്തെ ആളുകളായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രാഥമികം അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ താരതമ്യേന എന്തുണ്ട്? അതിന് വലുപ്പമുണ്ട് അല്ലെ. അതായത് കുറച്ചുകൂടി എന്താണ്? വലിയ ഗ്രൂപ്പുകളാണ്, സ്മോളർ അല്ല, കുറച്ചുകൂടി ബിഗ് ആണ് അല്ലെ. അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗ് ആണ്, വലിയ ഗ്രൂപ്പുകളാണ്. പിന്നെ എന്താണ്? ഔപചാരികമായിരിക്കും. അവർ ഒഫീഷ്യലി ആണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒഫീഷ്യലി ആയിരിക്കും. ഇപ്പൊ സ്കൂൾ ആയിക്കോട്ടെ, സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ എന്തിൽ വരുന്നുണ്ട്? ദ്വിതീയ സംഘത്തിലാണ് അതൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഇൻ ഗ്രൂപ്പ്. അടുത്തത് ഇൻ ഗ്രൂപ്പ് സ്വസംഘമാണ്. അതിലെപ്പോഴും എന്തുണ്ടാവും? നമ്മൾ എന്നുള്ള വികാരം. ഇൻ ഗ്രൂപ്പിൽ എപ്പോഴും എന്തുണ്ടാവും? ശക്തമായിട്ടുള്ള നമ്മൾ എന്നൊരു വികാരം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇൻ ഗ്രൂപ്പിൽ നമ്മൾ എന്ന വി ഫീലിംഗ് എന്തുണ്ടാവും? വി ഫീലിംഗ്. അതാണ് ഇൻ ഗ്രൂപ്പിന്റെ പ്രത്യേകത. വി ഫീലിംഗ് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു വി ഫീലിംഗ് ഉണ്ടാവും. ഇനി അടുത്തത് എന്താ? ഔട്ട് ഗ്രൂപ്പ് ആണ്. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടാത്ത സംഘങ്ങൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അതിഥി തൊഴിലാളികൾ, അതുപോലെ തന്നെ മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ കൊളംകര ഞാൻ ലൈവിന്റെ സമയത്തൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൊളംകര. അപ്പൊ നമ്മൾ ഒരു കുട്ടി ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കൊളം കര അങ്ങനെ കളിക്കാറുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കുളത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്താ? കുളം എന്ന് പറയുമ്പോൾ ആ കളിയിൽ നമ്മൾ എവിടെ ഉണ്ടാവുക? നമ്മൾ ഇതിന്റെ ഉള്ളിലായിരിക്കും അല്ലെ, ഈ സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു സംഘത്തിന്റെ ഉള്ളിൽ നമ്മളും കൂടെ ഉൾപ്പെടുന്ന സംഘമാണെങ്കിൽ അതിന് എന്ത് പറയും? ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വസംഘം എന്ന് പറയും. നമ്മൾ ഉൾപ്പെടാത്ത സംഘങ്ങളാണ് എന്ത്? അന്യസംഘം അല്ലെങ്കിൽ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെഫറൻസ് ഗ്രൂപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെഫറൻസ് ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ് പറയാൻ കാരണം റെഫറൻസ് ഗ്രൂപ്പ് എപ്പോഴും എന്ത് വരാറുണ്ട്? ഇത് ഒറ്റയ്ക്ക് വരാറുണ്ട്, ഇത് സിംഗിൾ ആയിട്ട് വരാറുണ്ട്. സോ റെഫറൻസ് ഗ്രൂപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അയ്യോ ഇതിന്റെ ആ പോയല്ലോ, നുകരിക്കാനല്ല കേട്ടോ, ഇവിടെ ഒരു ആ ഉണ്ടേ. അനുകരിക്കാനും മാതൃകയാക്കാനും ശ്രമിക്കുന്ന സംഘങ്ങളാണ് എന്ത് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചിലരെ കണ്ടിട്ട് അയ്യോ അവരെ കൊള്ളാലോ, അവരെ പോലെ ആവണല്ലോ എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ അവരെ അനുകരിക്കാനും നമ്മൾ മാതൃകയാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടാവും. അപ്പൊ അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സൂചിത സംഘം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനും റോൾ മോഡൽ ആക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് പറയുന്നത്, റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് പൊതുവായ താല്പര്യങ്ങളോട് കൂടിയും പ്രവർത്തനങ്ങളോട് കൂടിയും ഉണ്ടാവുന്ന ആളുകളാണ്. ഓക്കെ, ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ് എന്തിനുണ്ടാവുക, കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുക കേട്ടോ, ഒരു കോമൺ ഇൻട്രസ്റ്റ്. പിന്നെ വേറൊരു സവിശേഷതയും കൂടി ഇതിനുണ്ട്. ഓക്കെ, കോമൺ ഇൻട്രസ്റ്റ് വേറെ ഒന്നും കൂടി ഉണ്ട്. ഇതിലും എന്തുണ്ടാവും, ഒരു വി ഫീലിംഗ് നമുക്ക് കമ്മ്യൂണിറ്റിയിലും നമുക്ക് കാണാൻ സാധിക്കേ. നമ്മൾ എന്നുള്ളൊരു വികാരം, നമ്മൾ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്ക് എവിടെയും കാണാൻ പറ്റും, നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി സമുദായത്തിലും കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ മറ്റൊരു നിശ്ചിത പ്രദേശത്ത് ഒരു ഗിവൺ എന്തുണ്ടാവും, അതിന് ടെറിട്ടറി ഉണ്ടാവേ, ഒരു ഗിവൺ ടെറിട്ടറി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഒരു നിശ്ചിത പ്രദേശം, ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി എവിടെ എന്തിനുണ്ടാവും, ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന അസോസിയേഷൻ ആണ്, അതായത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഗോളിന് വേണ്ടിയിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്, ഒരു ഗോളിനായിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ അസോസിയേഷൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംഘടനകൾ എന്ന് പറയുമ്പോൾ ഓണത്തിന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, ആ ഒരു ഗോൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിച്ചുവിടും. പിന്നെ ക്രിസ്മസിന് അടുത്തതാ വരുന്നത്, എന്താണ്, ക്രിസ്മസിന്റെ ആഘോഷ കമ്മിറ്റി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയറിന് പുതിയ ആൾക്കാർ, വാലന്റൈൻസ് ഡേക്ക് സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അതിന് വേറെ കമ്മിറ്റി. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മളെപ്പോഴും അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത്. ഈ കള്ളി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാത്തിന്റെയും ഡെഫിനിഷൻ ഇതിന്റെ അകത്തുണ്ട്, കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ ടേം നമ്മൾ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഈ സാമൂഹിക സംഘങ്ങളുടേത് ഏതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഇത് മാത്രമല്ല ഉള്ളത്, പിന്നെ നമ്മളുടെ സമസംഘങ്ങളുണ്ട് അല്ലെ. ശരിയാണ്, സമസംഘങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ പ്രായത്തിലുള്ള ആളുകൾ, കൗമാരപ്രായക്കാരുടെ സംഘമൊക്കെ എന്താണ് സമസംഘങ്ങളിൽ വരുന്നതാണ് അല്ലെ. കൗമാരപ്രായങ്ങൾ, സമസംഘം എന്ന് പറയുമ്പോൾ കൗമാരപ്രായം അല്ലെ, കൗമാരപ്രായക്കാരുടെ സംഘമൊക്കെ നമുക്ക് സമസംഘങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് കേട്ടോ. കൗമാരം പിന്നെ എന്താണ്, അവർക്ക് എന്തായിരിക്കും, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് സമസംഘത്തിൽ വരുന്നത്. ഒരേ പ്രായം അല്ലെ, ഒരേ പ്രായം, ഇതൊക്കെയാണ് സമസംഘത്തിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഈ ഒരു സാമൂഹിക സംഘങ്ങളിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പിന്നെ ക്വാസി ഗ്രൂപ്പ്സ്, അർദ്ധസംഘങ്ങൾ, സഞ്ചയം, അഗ്രിഗേറ്റ്സ് എന്താണ്, അങ്ങനത്തെ കുറച്ച് ടേംസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു, ഈ ചാപ്റ്ററിൽ ഒരു വലിയൊരു പോർഷൻ കഴിയാണ്. അപ്പോൾ ആ ഒരു വലിയ പോർഷനാണ് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്നും മറന്നു പോവാതെ നിങ്ങൾ ഓർത്തു വെക്കുക മക്കളെ. ഇത് 8 മാർക്കിന്റെ ചോദ്യമാണ്. ഇവൻ ചില്ലറക്കാരനല്ല എന്നുള്ളത് ഓർത്തു വെക്കുക. സെറ്റല്ലേ? അപ്പടാ സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗിവ് ബ്രീഫ് നോട്ട് ഓൺ ദി ഫോളോയിങ്, എൻഡോഗമി ആൻഡ് എക്സോഗമി. താഴെ തന്നിരിക്കുന്നവർക്ക് ലഘു വിവരണം നൽകുക. എന്തൊക്കെയാണ്? സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം, അതായത് സ്വഗണ വിവാഹം അല്ലെങ്കിൽ അന്യഗണ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ വിവാഹം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചാപ്റ്ററിൽ നമുക്ക് കുടുംബം, വിവാഹം ഇതൊക്കെ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അതും വളരെ ഈസിയാണ് പഠിക്കാനുള്ളത്. പഠിച്ചു കഴിഞ്ഞാലും നല്ല ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യതയുള്ള ഒരു പോർഷനും കൂടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മിസ് ചെയ്യാതെ ഈ ഒരു പോർഷനും കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ മക്കളെ, നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, വിവാഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ആദ്യം പറയട്ടെ. അതായത് അതൊരു സാമൂഹിക സ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബം എന്താണ്, കുടുംബം ഒരു സാമൂഹിക സ്ഥാപനമാണ്. വിദ്യാഭ്യാസം ഒരു സാമൂഹിക സ്ഥാപനമാണ്. മതം ഒരു സാമൂഹിക സ്ഥാപനമാണ്. നമ്മളിപ്പോൾ ട്യൂഷൻ സെന്റർ എന്താണ് ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസ് എന്താണ് ഒരു സ്ഥാപനമാണ്. അങ്ങനെ പല സ്ഥാപനങ്ങളിൽ നമ്മൾ പോകാറില്ലേ, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ, ബാങ്ക് ഒരു സ്ഥാപനമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പോകാറുണ്ട്. അതല്ലാതെ സൊസൈറ്റിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് സമൂഹത്തിന് ഇതുപോലത്തെ കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെ, സ്കൂൾ എന്താണ് ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ മാരേജ്, വിവാഹം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. കുടുംബം എന്താണ് ഒരു സ്ഥാപനമാണ്. സ്കൂൾ അല്ല വരിക, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ് എന്തായിട്ട് വരുന്നത്, ഒരു സാമൂഹിക സ്ഥാപനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മതമൊക്കെ എന്താണ് ഒരു സാമൂഹിക സ്ഥാപനമാണ്.
അപ്പൊ നോക്കിക്കേ, അങ്ങനെ ഒരു സാമൂഹിക സ്ഥാപനമായിട്ടുള്ള വിവാഹത്തെ എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം? എൻഡോഗമി, എക്സോഗമി എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പൊ ഈ തരംതിരിവ് ആദ്യം ഏത് രീതിയിലാന്ന് മിസ് പറഞ്ഞുതരാം. ഏത് രീതിയിലാ ഇത് നിയമപരമായിട്ടാണ് അല്ലെ. നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിവാഹത്തെ ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. എങ്ങനെയാ? റൂളിന്റെ ബേസിലാണ് എൻഡോഗമി, എക്സോഗമി. അപ്പൊ ഈ എൻഡോഗമി, എക്സോഗമി എന്ന് പറയുന്ന എന്തുകൂടിയാണ്? ഇത് വിവാഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമം കൂടിയാണ്. അതായത് നമ്മളുടെ സമൂഹത്തിലെ വിവാഹം എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, സാമൂഹിക സ്ഥാപനങ്ങളിൽ പാലിച്ചു പോരുന്ന ഒരു നിയമ സംവിധാനം കൂടിയാണ് എന്ത്? നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇത് എന്താ നോക്കിക്കഴിഞ്ഞാൽ, എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആൻ ഇൻഡിവിജ്വൽ ടു മാരി വിത്തിൻ എ കൾച്ചറലി ഡിഫൈൻഡ് ഗ്രൂപ്പ്. അതായത് സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് എന്തെന്ന് പറയുന്നത്? എൻഡോഗമി അല്ലെങ്കിൽ സ്വഗണ വിവാഹം എന്ന് പറയുന്നത്. നമ്മളെ സ്വന്തം കാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഗണം ഏതാണോ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്തിനെ തെരഞ്ഞെടുക്കണം? ഒരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നതാണ് സ്വഗണ വിവാഹം അല്ലെങ്കിൽ എൻഡോഗമി. എൻഡോ എന്താണ്? ഉള്ളിൽ നിന്നുള്ളത്. ഓർക്കണേ, അതാണ് ഇതിൽ പറയാനുള്ളത്. അതേസമയം എക്സോഗമി എന്താടാ? എക്സോഗമി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി സ്വന്തം ഗണത്തിൽ നിന്ന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാണ് ബഹിർഗണ വിവാഹം. ചില സമുദായങ്ങളിലൊക്കെ എന്താണ് അലൗഡ് ആയിട്ടുള്ളത്? ബഹിർഗണ വിവാഹമാണ് അലൗഡ് ആയിട്ടുള്ളത്. കാരണം എൻഡോഗമി എന്ന് പറയുമ്പോൾ എൻഡോഗമി പലപ്പോഴും ജനറ്റിക്കലി പല രോഗങ്ങൾക്ക്, അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരേ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ പോകുന്ന കുട്ടികൾക്ക് ജനറ്റിക്കലി എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചില കമ്മ്യൂണിറ്റി എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? എക്സോഗമിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ബഹിർഗണ വിവാഹമാണ് ചില കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ചില കമ്മ്യൂണിറ്റിക്കിടയിൽ അല്ലെങ്കിൽ ചില ഗണങ്ങൾക്കിടയിൽ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? എൻഡോഗമി അഥവാ സ്വഗണ വിവാഹം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വിവാഹ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവാഹങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് എൻഡോഗമി എന്ന് പറയുന്ന എന്താണ് നമ്മളുടെ സ്വഗണ വിവാഹവും എക്സോഗമി എന്ന് പറയുന്ന നമ്മളുടെ ബഹിർഗണ വിവാഹവും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവാണ്? വിവാഹത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഈ ഒരു റൂളിന്റെ ബേസിലുള്ള ഡിഫറൻസിയേഷൻ ആണ് എൻഡോഗമി ആൻഡ് എക്സോഗമി. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതല്ലാതെ വേറെ എന്തും കൂടെ ഉണ്ട്? മറ്റൊരു തരത്തിലുള്ള വിവാഹത്തിന്റെ തരംതിരിവും കൂടെ ഉണ്ട്. അതുകൂടെ മിസ് വെറുതെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം, ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. എന്താണ്? അത് ഓർത്ത് വെച്ചാൽ മതി. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. അതെങ്ങനെയാ? എന്തൊക്കെയായിരുന്നത്? നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ, അതിനെന്തായിരുന്നു മലയാളത്തിൽ പറയാ? നമ്പർ ഓഫ് പാർട്ട്ണർ, അതായത് നമ്മുടെ പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാടാ? അത് മോണോഗമി ഉണ്ട്. മോണോഗമി എന്ന് പറയുമ്പോ മോണോഗമി ഉണ്ട് ആൻഡ് പോളിഗമി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഏകവിവാഹം, ബഹുവിവാഹം, പിന്നെ അതിൽ തന്നെ ബഹുഭാര്യത്വം, അതുപോലെ തന്നെ ബഹുവിവാഹം. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ പലതരം തരംതിരിവുണ്ട് അല്ലെ. ബഹുവിവാഹത്തിൽ തന്നെ ബഹുഭാര്യത്വം ഉണ്ട്, ബഹുഭർത്തൃത്വം ഉണ്ട്. പോളിഗമിയിൽ തന്നെ അല്ലെ പോളിജിനി ഉണ്ട് ആൻഡ് പോളി ആൻഡ്രസ് ഉണ്ട്. മോണോഗമിയിൽ തന്നെ എന്താണ്? സീരിയൽ മോണോഗമി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അഥവാ പങ്കാളികളുടെ എണ്ണം. ഇത് എന്തിന്റെ തരംതിരിവാണ്? പങ്കാളികളുടെ എണ്ണം. ഇത് പങ്കാളികളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടുള്ള തരംതിരിവാണ്. വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പങ്കാളികളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടുള്ള തരംതിരിവാണ്. ഇത് ജസ്റ്റ് മിസ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ഇതിനൊരു ബന്ധവും വരുന്നില്ല. എന്നിരുന്നാലും മിസ് ഇത് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ കാണുക. ഇതെന്താണ്? ഇവിടെ തന്നിട്ടുള്ള ചോദ്യം എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? വിവാഹത്തിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്താണ് എൻഡോഗമി, എന്താണ് എക്സോഗമി, അത് മാത്രം എന്ത് ചെയ്താൽ മതി? അത് മാത്രം നിങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലൂടെയൊക്കെ നിങ്ങളൊന്ന് കടന്നു പോവുക. കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക്
ഒക്കെ എന്ത് ചെയ്യാം, ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് ഡബിൾ പാസിലേക്ക് എത്തണ്ടേ? നമുക്ക് ഡബിൾ പാസിലേക്ക് എത്തണമെങ്കിൽ എന്തുണ്ട്, കുറച്ച് നമ്മൾ അന്വേഷിച്ച് പോകാനുണ്ട്. അപ്പോൾ എന്താണ്, അതിലേക്കൊക്കെ എത്താനുള്ള ഇനി വരുന്ന വീഡിയോസും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.